എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചോക്ക് ഡ്രീംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേടെറ്റ് കാറ്റഗറി 1-2 പരീക്ഷകളുടെ മുൻവർഷ ചോദ്യപേപ്പറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രീതിയിൽ ഓരോ ചോദ്യത്തിന്റെയും വിപുലമായ വിശദീകരണവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 20 ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ മലയാളം വിഭാഗത്തിൽ മികച്ച സ്കോർ നേടാൻ നിങ്ങൾക്ക് സാധിക്കും. വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. പാനൽ ചർച്ച വിലയിരുത്തുമ്പോൾ പരിഗണിക്കാത്ത വിലയിരുത്തൽ സൂചകമേത്? ഓപ്ഷൻസ്: എ. വിഷയത്തിൽ നേടിയിട്ടുള്ള ധാരണ. ബി. പ്രതികരണങ്ങളിലെ കൃത്യത. സി. ആശയവിനിമയശേഷി. ഡി. രചനാപരമായ മികവ്. ഉത്തരം ഡി. രചനാപരമായ മികവ്. വിശദീകരണം: പാനൽ ചർച്ച ഒരു വാമൊഴി പ്രവർത്തനമാണ്. ആശയവിനിമയശേഷിയും വിഷയത്തിലുള്ള അറിവുമാണ് ഇതിൽ പ്രധാനം. രചന എഴുത്തുമായി ബന്ധപ്പെട്ടതാണ്. 2. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗമേത്? ആന ചിഹ്നം വിളിക്കുന്നു. ഇവിടെ ഒരു ചോദ്യചിഹ്നമിടണം. ഭരണി ചിഹ്നഭിന്നമായി പോയി. ഉത്തരം ബി. ആനയുടെ ശബ്ദത്തിന് ചിഹ്നം വിളിക്കുക എന്ന് പറയുന്നത് ശരിയാണ്. മറ്റുള്ളവയിൽ അക്ഷരത്തെറ്റുകളുണ്ട്. 3. ഭാഷാ ചരിത്ര പണ്ഡിതനും നിരൂപകനുമായ ഏത് വ്യക്തിക്കാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻസ്: എ. ഡോക്ടർ എസ്.കെ. വസന്തൻ. ബി. ഡോക്ടർ കെ.എസ്. രവികുമാർ. സി. ഡോക്ടർ എസ്.എസ്. ശ്രീകുമാർ. ഡി. ഡോക്ടർ എം.എം. ബഷീർ. ഉത്തരം എ. ഡോക്ടർ എസ്.കെ. വസന്തൻ. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണിത്. 4. സംവാദാത്മക പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന വ്യവഹാരരൂപമേത്? ഓപ്ഷൻസ്: എ. സെമിനാർ. ബി. പ്രഭാഷണം. സി. എഡിറ്റോറിയൽ. ഡി. പ്രൊജക്ട്. ഉത്തരം എ. സെമിനാർ. ഒന്നിലധികം ആളുകൾ തമ്മിലുള്ള ആശയവിനിമയവും ചർച്ചകളും സെമിനാറിൽ നടക്കുന്നു. 5. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയതേത്? എ. വെൺ പ്ലസ് മ വെൺമ. ബി. കൺ പ്ലസ് നീർ കണ്ണുനീർ. സി. നെൻ പ്ലസ് മണി നെന്മണി. ഡി. കൽ പ്ലസ് മദം കന്മദം. ഉത്തരം ഡി. കൽ പ്ലസ് മദം കന്മദം. ഇത് അനുനാസിക സന്ധിക്ക് ഉദാഹരണമാണ്. 6. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച നോവലേത്? ഓപ്ഷൻസ്: എ. പെരുമഴയത്തെ കുഞ്ഞിതിളുകൾ. ബി. ചേക്കുട്ടി. സി. കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം. ഡി. ചിരുതക്കുട്ടിയും മാഷും. ഉത്തരം എ. പെരുമഴയത്തെ കുഞ്ഞിതിളുകൾ. പ്രിയ എ.എസ്. രചിച്ച കൃതിയാണിത്. 7. ആഗമസന്ധിക്ക് ഉദാഹരണമേത്? ഓപ്ഷൻസ്: എ. വിണ്ടലം. ബി. ഓടിപ്പോയി. സി. അവൻ. ഡി. കാറ്റുണ്ട്. ഉത്തരം സി. അവൻ. ആ പ്ലസ് അൻ എന്നതിൽ വാ വന്ന് അവൻ എന്നാകുന്നു. 8. ശരിയായ വിഗ്രഹരൂപമേത്? ഓപ്ഷൻസ്: എ. കിളിക്കൂട്. കിളിയുടെ കൂട്. ബി. ഹൃദയവികാരം. ഹൃദയമെന്ന വികാരം. സി. കടൽക്കാറ്റ്. കടൽക്കരയിലെ കാറ്റ്. ഡി. മധുര സൗഹൃദം. സൗഹൃദത്തിലെ മധുരം. ഉത്തരം എ. കിളിക്കൂട്. കിളിയുടെ കൂട്. ഒരു സമസ്ത പദത്തിന്റെ അർത്ഥം വ്യക്തമാക്കാൻ അതിനെ പിരിച്ചെഴുതുന്നതാണ് വിഗ്രഹിക്കൽ. 9. താഴെ നൽകിയിട്ടുള്ളതിൽ ചെറുകഥ എന്ന വിഭാഗത്തിൽ പെടാത്ത ഐമനം ജോണിന്റെ കൃതിയേത്? ഓപ്ഷൻസ്: എ. ചരിത്രം വായിക്കുന്ന ഒരാൾ. ബി. മീനച്ചിലാട്ടിലെ രാത്രി. സി. മഹർഷിവേട് മാഹാത്മ്യം. ഡി. എന്നിട്ടുമുണ്ട് താമരപ്പൊയ്ക്കകൾ.
ഉത്തരം ഡി. എന്നിട്ടുമുണ്ട് താമരപ്പൊയ്ക്കകൾ. 10. മതിമതി പതിയോടു പറവൂതും ചെയ്ത കാന്ത മതിമതി കദശന മതീവ മൂല്യം. ഈ വരികൾക്ക് സമാന താളമുള്ള വരികളേത്? ഓപ്ഷൻസ്: എ. മൂകമാം സുഷുപ്തിയിൽ ലീനമായി. ബി. ഹൃദയരോമാഞ്ചമായി സുദൃഢ സൗഹാർദ്ദമായി. സി. സമയമായില്ല പോലും സമയമായില്ല പോലും. ഡി. ആരും നനയ്ക്കാത്തൊരു കുടം വെള്ളവും. ഉത്തരം സി. സമയമായില്ല പോലും സമയമായില്ല പോലും. 11. കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ കഥകളിൽ പെടാത്തതേത്? ഓപ്ഷൻസ്: എ. ദ്വാരക. ബി. വാസനാവികൃതി. സി. മേനോക്കിയെ കൊന്നതാരാണ്. ഡി. എന്റെ ഗന്ധർവ സ്നേഹിതൻ. ഉത്തരം ഡി. എന്റെ ഗന്ധർവ സ്നേഹിതൻ. 12. ഈ വിലയിരുത്തൽ പരിമാണാത്മകമാണ്. ഈ മൂല്യനിർണയം ഗുണാത്മകമാണ്. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: എ. ഈയും ഈയും ശരി. ബി. ഈ ശരി ഈ തെറ്റ്. സി. ഈ തെറ്റ് ഈ ശരി. ഡി. ഈയും ഈയും തെറ്റ്. ഉത്തരം എ. ഈയും ഈയും ശരി. 13. താഴെ പറയുന്നവയിൽ അധ്യാപക കേന്ദ്രീത പഠന രീതി ഏത്? ഓപ്ഷൻസ്: എ. അന്വേഷണാത്മക രീതി. ബി. പ്രശ്നപരിഹരണ രീതി. സി. കളിരീതി. ഡി. പ്രഭാഷണ രീതി. ഉത്തരം ഡി. പ്രഭാഷണ രീതി. അധ്യാപകൻ മാത്രം സജീവമാവുകയും കുട്ടികൾ കേട്ടിരിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. 14. എനിക്കിതേ വേണ്ടൂ, പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിന്റെ പകർപ്പെന്ന് മാത്രം. കവിയാര്? ഓപ്ഷൻസ്: എ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ബി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. സി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഡി. പി. കുഞ്ഞിരാമൻ നായർ. ഉത്തരം ബി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. 15. തൊലി പൊളിക്കുക എന്ന ശൈലി കൊണ്ടർത്ഥമാക്കുന്നതെന്ത്? ഓപ്ഷൻസ്: എ. നാണം കെടുത്തുക. ബി. നിലവിക്കു പെരുമാറുക. സി. നിന്ദ്യമായത് ചെയ്യുക. ഡി. കബളിപ്പിക്കുക. ഉത്തരം എ. നാണം കെടുത്തുക. 16. കുട്ടികളുടെ സർഗാത്മകതയെയും വായനയെയും പരിപോഷിപ്പിക്കുവാൻ ഉചിതമായ പ്രവർത്തനമേത്? ഓപ്ഷൻസ്: എ. കയ്യെഴുത്ത് മാസിക തയ്യാറാക്കുക. ബി. സെമിനാർ നടത്തുക. സി. പ്രൊജക്ട് തയ്യാറാക്കുക. ഡി. ടേം പരീക്ഷ നടത്തുക. ഉത്തരം എ. കയ്യെഴുത്ത് മാസിക തയ്യാറാക്കുക. 17. വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന സാഹിത്യകാരൻ ആര്? ഓപ്ഷൻസ്: എ. എം. കെ. മേനോൻ. ബി. പി. സി. ഗോപാലൻ. സി. എം. കെ. ഗോപിനാഥൻ നായർ. ഡി. കെ. ഇ. മാത്തായി. ഉത്തരം സി. എം. കെ. ഗോപിനാഥൻ നായർ. 18. ചിഹ്നത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഉചിതമായ രീതിയേത്? ഓപ്ഷൻസ്: എ. ചിഹ്നങ്ങൾ ചേർക്കുമ്പോഴും ചേർക്കാതെ വരുമ്പോഴുമുണ്ടാകുന്ന അർത്ഥവ്യത്യാസം ഉദാഹരണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തും. ബി. ബോർഡിൽ എഴുതിക്കൊടുക്കും. സി. ചാർട്ടിൽ എഴുതി പ്രദർശിപ്പിക്കും. ഡി. ചിഹ്നങ്ങളെ മനഃപാഠമാക്കാൻ നിർദ്ദേശിക്കും. ഉത്തരം എ. ചിഹ്നങ്ങൾ ചേർക്കുമ്പോഴും ചേർക്കാതെ വരുമ്പോഴുമുണ്ടാകുന്ന അർത്ഥവ്യത്യാസം ഉദാഹരണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തും. 19. ലോവർ പ്രൈമറി തലത്തിലെ 1-2 ക്ലാസുകളിലെ പഠന സമീപനം ഏതാണ്? ഓപ്ഷൻസ്: എ. ആശയാവതരണ രീതി. ബി. അക്ഷരാവതരണ രീതി. സി. ഉദ്ഗ്രഥിത രീതി. ഡി. പ്രഭാഷണ രീതി. ഉത്തരം സി.
ഉദ്ഗ്രഥിത രീതി. 20. ടാലന്റ് ലാബ് എന്നാൽ എന്താണ്? ഓപ്ഷൻസ്: എ. കുട്ടികളുടെ അഭിരുചി കണ്ടെത്തി പരിശീലനവും പ്രോത്സാഹനവും നൽകുന്ന പദ്ധതി. ബി. സയൻസ് ലാബ് പോലുള്ള സ്ഥലം. സി. പ്രത്യേക ടാലന്റിന് മാത്രം പരിശീലനം നൽകുന്ന പദ്ധതി. ഡി. സ്കൂളിനോട് ചേർന്ന കെട്ടിടം. ഉത്തരം: എ. കുട്ടികളുടെ അഭിരുചി മേഖല കണ്ടെത്തി പരിശീലനവും പ്രോത്സാഹനവും നൽകുന്ന പ്രവർത്തന പദ്ധതി. അപ്പോൾ നമ്മൾ മുൻവർഷ ചോദ്യപേപ്പറിലെ 20 ചോദ്യങ്ങളാണ് ഇന്ന് പൂർത്തിയാക്കിയത്. ഈ 20-ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് മറക്കാതെ താഴെ കമന്റ് ചെയ്യുക. ഈ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. കൂടുതൽ കേട്ടറ്റ് ക്ലാസുകൾക്കായി ചോക്ക് ഡ്രീംസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസുമായി വീണ്ടും കാണാം. നന്ദി.